السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين بإذن الله. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. صدق الله مولانا العظيم. ബഹുമാനപ്പെട്ട ഹമീദ് സക്കാഫി ഉസ്താദ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെയും നേതൃത്വം വഹിക്കുന്ന ജുഹരി ഉസ്താദ് തുടങ്ങിയ പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇരിക്കുന്നതും പറയുന്നതും നമ്മുടെ ഓരോ നിമിഷങ്ങളും അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലിൽ അല്ലാഹു തആല ആക്കി തരുമാറാകട്ടെ. നാം ഇരിക്കുന്നതിൻ്റെ സ്വലാത്ത് മജ്ലിസിലാണ്. ഇതിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെ ദീനും ദുനിയാവും അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഹൃദയത്തിന് അല്ലാഹു ശുദ്ധി വരുത്തി ഈമാനുള്ള ഖൽബ് അല്ലാഹു നമുക്ക് തന്നു ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാകട്ടെ. ഇവിടെ വയല് പറയാൻ വേണ്ടി ഹമീദ് ഉസ്താദ് വേണുമ്പോൾ പോലെ വയല് പറയും, പിന്നെ ഇവിടെ ജോലി ഉസ്താദെല്ലാം പറയും. ഞാൻ വലിയ വയല് പറയുന്നില്ല. ഒന്ന് രണ്ട് കാര്യം മാത്രം നിങ്ങളെ ഉണർത്തി ഞാൻ നിർത്തും. പ്രിയമുള്ളവരെ, ഇന്നലെ തുടങ്ങിയ നമ്മുടെ മഹത്തായ പരിപാടി ജലാലിയ റാത്തീബാണ്. ഇന്ന് സലാത്ത് വാർഷികയോത്തോടുകൂടി സമാപിക്കുന്ന നമ്മുടെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്വലാത്ത് എന്നുള്ളത് നമ്മുടെ എല്ലാ ദീനും ദുനിയാവും നന്നാകാൻ, നമ്മുടെ ഖൽബ് നന്നാകാൻ, നമുക്ക് ഈമാന് കിട്ടി മരിക്കാൻ ഏറ്റവും വലിയ ആവശ്യമുള്ള ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. അപ്പോൾ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ നല്ല കരുതി കൂട്ടി, നല്ല ഖൽബിൽ നല്ല ഹുളൂറോട് കൂടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി
പ്രിയമുള്ളവരെ, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നമ്മുടെ എല്ലാ ദീനും ദുനിയാവും നന്നാകാൻ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കിട്ടാൻ വേണ്ടി ഏറ്റവും വലിയ ആവശ്യമായ ഒരു കാര്യമാണ് സ്വലാത്ത് എന്നുള്ളത്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്കെല്ലാവർക്കും അറിയാം. അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഈമാന് പൂർത്തിയാകുന്നത് തന്നെ. അള്ളാഹുവിൻ്റെ റസൂല് 40 കൊല്ലത്തോളം മക്കയിൽ ജീവിച്ച് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ന് നബി അല്ലാതെ 40 കൊല്ലത്തോളം മക്കയിലും 40ാമത്തെ കൊല്ലത്തിലാണ് വഹി നബി എന്നുള്ള അള്ളാഹു നുബുവത്ത് എന്നുള്ള പദവി അള്ളാഹുവിൻ്റെ റസൂലിന് ലഭിച്ചത്. അതിൻ്റെ ശേഷമുള്ള 23 വർഷങ്ങളിലായി മക്കയിലും മദീനയിലുമായി, മദീനയിൽ 13 കൊല്ലങ്ങളും മക്കയിലും 10 കൊല്ലം. ഇങ്ങനെ ഈ 23 കൊല്ലങ്ങളിലായി ലോകത്തിൻ്റെ അവസാനം വരെ എല്ലാവർക്കും ആവശ്യമായ, ഏത് ഘട്ടത്തിലും ഏത് യുഗത്തിലും ആവശ്യമായ അറിവുകൾ നമുക്ക് ഇസ്ലാമിൻ്റെ സുന്ദരമായ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജീവിതകാലത്ത് എന്തെങ്കിലും ആ സ്വഹാബത്തിന് അവിടുത്തെ അനുയായികൾക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയിട്ട് പറയും. അത് അള്ളാഹുവിൻ്റെ റസൂല് കൈവെക്കൽ കൊണ്ടോ അല്ലെങ്കിൽ ഊതിക്കൊടുക്കൽ കൊണ്ടോ അല്ലെങ്കിൽ അതിന് വേണ്ട പരിഹാരം നൽകി അള്ളാഹുവിൻ്റെ റസൂല് അതിൻ്റെ പരിഹാരം നൽകും. കമ്മബ്റഅത്ത് വാസിബം ബില്ലംസി റാഹത്തുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി. എത്ര ഇങ്ങനെയുള്ള ഇരിക്കുന്ന രോഗങ്ങളാണ്. നമുക്കറിയാം, മഹാനായ ഖതാദ റളിയല്ലാഹു തആല ഉഹുദ് യുദ്ധത്തിൽ വെച്ച് കണ്ണ് നഷ്ടപ്പെട്ടു. ഒരു കണ്ണിലേക്ക് അമ്പ് വന്ന് വീണ് കണ്ണ് ഉള്ള സ്ഥലത്തിൽ നിന്നിട്ട് പൊരിഞ്ഞ് കൗൾത്തടത്തിൽ ഇങ്ങനെ ഒഴുകി വരുമ്പോൾ, രക്തത്തോടുകൂടി ഒഴുകി വരുമ്പോൾ അതിനെ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചും കൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയേ, എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു, എനിക്കത് മടക്കിത്തരണം, എൻ്റെ കണ്ണ് മുന്നേ ഉള്ള സ്ഥിതിക്ക് എനിക്ക് ആക്കിത്തരണം എന്ന് പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചു, ഖതാദ, നാളെ സ്വർഗത്തിൽ പോരെ കണ്ണ്? ഇത് ദുനിയാവല്ലേ, നാളെ സ്വർഗത്തിൽ പോരെ കണ്ണ് നിനക്ക്? ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞ, ഞാൻ അടുത്ത് മംഗലം കഴിച്ച ഒരു പുതിയാപ്പിളയാണ്. എൻ്റെ പുതിനാട്ടി എൻ്റെ ഒരു കണ്ണില്ലാത്തവൻ, ഒറ്റക്കണ്ണൻ എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ വലിയ കുറവായി എന്നെ കാണും, അയിബായി കാണും. അതുകൊണ്ട് ആഖിറത്തിലും എനിക്ക് കണ്ണ് വേണം, ദുനിയാവിലും എനിക്ക് കണ്ണ് വേണം നബിയെ. അള്ളാഹുവിൻ്റെ റസൂല് കണ്ണ് തലസ്ഥാനത്ത് വെച്ച് ഉമിനീരെടുത്ത് തുപ്പുനീരെടുത്ത് പുരട്ടിക്കൊടുത്തപ്പോൾ ഖതാദ റളിയല്ലാഹു തആലാവിൻ്റെ കണ്ണ് മുമ്പുള്ളതിനേക്കാളും ഏറെ പ്രകാശമുള്ള ആ കണ്ണായി മാറി. വഅതദത് അലാ ഖതാദത ഐന വഹിയ ബിഹാ ഹത്തൽ മമാതിൻ നജിലാഉ. തൽക്കാലം കൊടുത്തവർ കണ്ണല്ല, തൽക്കാലം ഖതാദ ചോദിച്ചപ്പോൾ കൊടുത്തവർ കണ്ണല്ല, അല്ലെങ്കിൽ കാഴ്ചയില്ലാത്ത കണ്ണല്ല, മറ്റേ കണ്ണിനെ കാണും ഏറെ കാഴ്ച ഉള്ള കണ്ണായി അത് മാറി എന്ന് മാത്രമല്ല, ഖതാദ റളിയല്ലാഹു അൻഹു ഈ ലോകത്തിൽ നിന്നിട്ട് വിട പറയുന്നത് വരെ ഏറ്റവും നല്ല കാഴ്ച ഉള്ള കണ്ണായി മാറി. അള്ളാഹുവിൻ്റെ റസൂല് അതിന് പരിഹാരം നൽകി. ശാരീരികമായും മാനസികമായുള്ള ഏത് വിഷമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് പോയി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് ആ കാര്യത്തിന് പരിഹാരം നൽകിയിരുന്നു. മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ബദർ യുദ്ധത്തിൽ വെച്ച് കഴുത്ത് നഷ്ടപ്പെട്ടു. ഇക്രിമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇക്രിമയുടെ വാളിൻ്റെ വെട്ടുകൊണ്ട് കൗത്ത് തൽസ്ഥാനത്തിൽ നിന്നിട്ട് മുറിഞ്ഞു വീണപ്പോൾ
ആ കൈത്തിന് തൽസ്ഥാനത്ത് വെച്ചും കൊണ്ട് അറിമാണ്ടവർ ഒരേ ബദർ ചണ്ടയിൽ ഇങ്ങനെയുള്ള ബദർ പാട്ടുണ്ട്. ഞാൻ ഇപ്പോൾ പാടാതെ കുറേ സമയമായി. ഇപ്പം ഓരം പറഞ്ഞ ഒത്തായത്തിന് ഞാൻ ഇങ്ങനെ വന്നതാണ്. പാവൂറല്ലേ എന്ന് വിചാരിച്ചിട്ട് പാവൂരിൽ ഒരുപാട് നമ്മളായി ബന്ധപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളെ സിദ്ദീഖ് അമാനിയുണ്ട്, സിദ്ദീഖ് അഷ്റഫിയുണ്ട്. അവരെല്ലാം അതുപോലെ അവരെല്ലാവരും നമ്മുടെ വേണ്ടപ്പെട്ടവരാണ്. അപ്പം അതെല്ലാം കരുതിയിട്ട് ഞാൻ വന്നതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ആ കൈത്ത് തൽസ്ഥാനത്ത് വെച്ച് തൂനീരെടുത്തങ്ങ് പുരട്ടിപ്പെടുത്തപ്പോൾ ആ മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കല അങ്ങ് മാഞ്ഞ് തൽസ്ഥാനത്ത് കൈത്ത് നിലനിന്ന് ആരോഗ്യമുള്ളവരായി മാറി. ഇങ്ങനെ തുടങ്ങി ഏത് പ്രശ്നത്തിനും ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചാൽ അതിന് പരിഹാരമുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂല് 63 വർഷം കൊണ്ട് ഈ ലോകത്ത് വിട പറഞ്ഞപ്പോൾ അതിൻ്റെ ശേഷം 1500 വർഷങ്ങൾ ഇങ്ങ് പിന്നിട്ടപ്പോൾ സാധുക്കളായ നമ്മൾ ആരോട് പറയാനാണ്? നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആരോടാണ് പറയാനാണ്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ നമുക്ക് ബാക്കിയാക്കിയത് ഇന്നല്ലാഹു മലായികതുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അള്ളാഹും അവൻ്റെ മലക്കുകളും നബിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. നിങ്ങളും മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലുക. ഇങ്ങനെയുള്ള ഒരു കാര്യം അള്ളാഹു നമ്മോട് ഇതല്ലാത്ത മറ്റൊരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. ഞാനും എൻ്റെ മലക്കുകൾ നിസ്കരിക്കുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഞാനും എൻ്റെ മലക്കുകളും നോമ്പ് നോൽക്കുന്നു, നിങ്ങൾ നോമ്പ് നോൽക്കുക എന്നല്ല പറഞ്ഞത്. ഇത് ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഞാനും എൻ്റെ മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു, നിങ്ങളും ആ നബിൻ്റെ പേരിൽ എന്താക്കുക? സ്വലാത്ത് ചൊല്ലുക, സലാമും ചൊല്ലുക. സ്വലാത്ത് മാത്രമല്ല, സലാമും ചൊല്ലുക. അപ്പോൾ സ്വലാത്തും സലാമും ഇങ്ങനെ നാവിൽ അധികരിപ്പിക്കുമ്പോൾ അതിന് നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ജീവിതകാലത്ത് നേരിട്ട് അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിരുന്നത് ഈ സ്വലാത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ വരുന്ന സമുദായത്തിന് ഏറ്റവും ഉപകാരമുള്ള, ഏറ്റവും അവരെ കാര്യം നിയന്ത്രിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു മാർഗമായി സ്വലാത്ത് മാറുന്നു. അതുകൊണ്ടല്ലേ നമ്മുടെ പാവൂരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഇവിടെ ഞാൻ വന്നിട്ട് നോക്കുമ്പോൾ ഒരുപാട് പഞ്ചാര, ഒരുപാട് പിന്നെയും പഞ്ചാര കൊണ്ടിരുന്ന് നമ്മളെ അതാ പേരങ്ങനെ കുളിഞ്ഞിട്ട് നടക്കുന്ന എല്ലായിടത്തും പോരും. ജബ്ബാർ അവിടുന്ന് പഞ്ചാര, ഞാനും അവിടുന്ന് പീടിയെന്ന് കൊണ്ടുവരുന്നത്. ഇങ്ങനെ പോയിട്ട് ഞാൻ നോക്കുന്നു, അവിടുന്ന് പീടി, അപ്പുറത്ത് പീടിയ ഉണ്ടല്ലേ, പീടിയെന്നാ പഞ്ചാര കൊണ്ടിരുന്നത്. നോക്കുമ്പോൾ ജബ്ബാർ വരുന്ന ആൾക്കാരിൽ നിന്നിട്ട് മീങ്ങിട്ട് കൊണ്ടുവന്നിട്ട്, ജബ്ബാറിൻ്റെ അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാവരും പഞ്ചാര കൊണ്ടുവന്നിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ ഹാസിലായി കിട്ടാൻ വേണ്ടി നല്ല നിലക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നല്ല നീയത്തോടുകൂടി ആ സ്വലാത്തിൻ്റെ മജ്‌ലിസിലേക്ക് നമ്മൾ നേർച്ചാക്കിയപ്പോൾ അതിലേക്ക് പരിഹാരമുണ്ടായി, രോഗങ്ങൾക്ക് ശിഫ കിട്ടി, അതുപോലെ ഉദ്ദേശങ്ങൾ ഹാസിലായി കിട്ടി. വീടില്ലാത്തവന് വീട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പ്രസവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് എളുപ്പത്തിൽ പ്രസവവേദന അല്ലാഹു എളുപ്പമാക്കി കൊടുത്ത്, ഇങ്ങനെ പ്രശ്നത്തിന് പരിഹാരങ്ങൾ സ്വലാത്തിൻ്റെ കാരണം കൊണ്ട് ഉണ്ടാക്കിയപ്പോൾ ആ നേർച്ചൻ്റെ ഫലം, സ്വലാത്തിൻ്റെ മജ്‌ലിസിനാക്കിയ നേർച്ചൻ്റെ ഫലമാണ്. കണ്ടതുകൊണ്ടാണ് ഇത്രയും പൻസാരകൾ ഇവിടെ കുന്നുകൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട ഇരിക്കുന്ന സുഹൃത്തുക്കളെ, പറയുമ്പോഴെല്ലാം നമുക്ക് ഉണ്ടാവും, ഞങ്ങൾ ഒരുപാട് സ്വലാത്തിന് പോയി, ഒരുപാട് സ്വലാത്തിലിട്ട് ദുവരുന്ന്, ഞങ്ങൾക്ക് ഈ പറയുമ്പോലൊന്നും കിട്ടിയില്ല. അതിന് നമ്മളെ മനസ്സിനും ശുദ്ധി വേണ്ടേ? മനസ്സിൻ്റെ ഒരു അക്കളർപ്പോടുകൂടി, മനസ്സിന് ഒരു ശരിയില്ലാത്തതുകൂടി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം അത് ചെയ്താൽ നമുക്കെങ്ങനെ അത് പരിഹാരമുണ്ടാകാം? സ്വലാത്തിന് തൽക്കാലം കൂലി കിട്ടുന്നെങ്കിലും വിഷയത്തിന് പരിഹാരം കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സിന് ഉറപ്പ് വേണ്ടേ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഓർക്കുകയാണ്, ഞാനൊരിക്കൽ ദുബൈയിൽ നിന്ന് റാസൽ കൈമയ്ക്ക് കാറിൽ ഇങ്ങനെ പോകുന്ന സമയത്ത്
എൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കാൻ എൻ്റെ പരിചയത്തിന് വേണ്ടി നമ്മളെ ഈ ഭാഗത്തെ നാട്ടുകാരനായ ഒരാളും എൻ്റെ കൂടെ ഉണ്ട്. അയാളിങ്ങനെ തമാശ പറയുന്ന ഒരാളാണ്. കുറേ വിഷയങ്ങൾ കഴിഞ്ഞ് കിടന്നത് പറയും. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ചെയ്യാത്ത ഒരു കച്ചവടം ഇല്ല ഉസ്താദ്, ഒന്നിലും ബർക്കത്തിട്ടില്ല. ഞാൻ എല്ലാ വിഷയങ്ങളും ചെയ്തു, എല്ലാ കച്ചവടങ്ങളും ചെയ്തു. ദുബൈയിൽ എന്തെല്ലാം ചെയ്തു, അതെല്ലാം നഷ്ടത്തിലാണ്, ഒന്നിനും പരിഹാരമില്ല. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഈ നോട്ടിൻ്റെ കറൻസിൻ്റെ കച്ചവടമാക്കി. നോട്ടിൻ്റെ കച്ചവടം കൂടുന്ന നോട്ട് ദുബൈക്ക് കൊണ്ടുപോയിട്ട് എന്താക്കുക, അവിടെ ഇതിൻ്റെ ഒരു കച്ചവടമുണ്ട്, അത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിന് സൂട്ട് കേസ് നിറച്ചും ഞാൻ എന്താക്കി, നമ്മളെ ഇന്ത്യൻ്റെ കറൻസി നോട്ട് വെച്ചിട്ട് ഞാൻ കൊണ്ടുപോകും. എൻ്റെ കസ്റ്റംസിൽ എൻ്റെ എല്ലാ ചക്കുകളും കഴിഞ്ഞ് എൻ്റെ ബാഗ് ലഗേജിക്കിട്ട് ഞാൻ അങ്ങനെ പ്ലെയിനിൽ പോയിട്ട് ഇരുന്ന് പ്ലെയിന് വിടാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഇരിക്കുമ്പോൾ എൻ്റെ പേര് ചൊല്ലിട്ട് വിളിക്കുന്നു, ഇന്ന ആൾ അപ്പോൾ ഞാൻ അടിച്ചിട്ട് ഇരുന്നു. തായോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയി ലഗേജിൽ നിന്ന് എൻ്റെ ബാഗിനെ താഴെ വെച്ചിട്ട്, ഇത് നിൻ്റെ ബാഗാ, ഇത് രാജ്യദ്രോഹമാണ്, അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി പാടില്ല. എന്നെ മഹാരാഷ്ട്ര പോലീസ് കൊണ്ടുപോയി സ്റ്റേഷനിലിട്ട് എന്നെ ശരിക്കും അടിച്ചു. അപ്പോൾ അയാൾ പറയാ, നിങ്ങളെല്ലാം സാധാരണ പറയുന്നല്ല, മൊയ്തീൻ ഷേഖ് തങ്ങളെ വിളിച്ചെങ്കിൽ ബായി കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ, എന്നെ വിളിപ്പോർക്ക് ബായി കൂടി ഉത്തീരം ചെയ്യും. ബായ് മൊയ്തീൻ ഷേഖ് എന്ന് വിളിക്കുമ്പോൾ അത് ബായി കൂടെ നിൽക്കും, എന്നാ ഉത്തരം കിട്ടുമെന്ന് നിങ്ങളെല്ലാം പറയുന്നല്ലേ. അത് ഓർമ്മയായി പൊളി വീഴുന്ന സമയത്ത്, പോലീസിൻ്റെ അടി കിട്ടുന്ന സമയത്ത് ഞാനപ്പോൾ എന്താക്കി, യാ മൊയ്യദ്ദീ എന്ന് പറഞ്ഞു. അപ്പം മഹാരാഷ്ട്ര പോലീസിന് ഈ മയ്യദ്ദി ആരും മൊഹീദ്ദീൻ ആദ്യം അവർക്കറിയോ? അവർ പറഞ്ഞ മൊയ്തീൻ കോൺ ബത്താവോ, കോൺ മൊയ്തീൻ ആര് നിൻ്റെ പാർട്ട്ണറായിട്ടിരിക്കുന്നു, ചെല്ലിയാവും വാടുണ്ടോ ചെല്ലിയും, മൊയ്തീന് വാടുണ്ടോ ചെല്ലിയും. പിന്നെ വീണ പൊളിക്ക് എൻ്റെ കൈകാൾ ചുരുട്ടുകെട്ടോളം വീണ പൊളിയാണ്. അപ്പോൾ മൊയ്തീൻ ഷേഖ് തങ്ങൾക്ക് കറാമത്തില്ലാന്നല്ല, ഇയാൾ കണ്ട തോന്നിയാസം മുഴുവനും ചെയ്തിട്ട് മൊയ്തീൻ ഷേഖ് തങ്ങൾക്ക് കൊണ്ടുവന്നതും പറഞ്ഞതും അതൊന്നും ഇയാളെ കണക്കിലും ഇയാളെ വിചാരത്തിലില്ല. ഒരു നിസ്കാരം കൂടി 5 വക്ത് ശരിക്കും നിസ്കരിക്കൂല. അതെല്ലാവരും പറയോ, നിങ്ങൾ നിസ്കരിക്കാതെ ഇരുന്നിട്ട്, നിങ്ങൾ നോമ്പ് നോക്കാതെ ഇരുന്നിട്ട്, കണ്ട തോന്നിയാസം എല്ലാം ചെയ്തിട്ട് വിളിച്ചെങ്കിൽ അതിലേക്ക് ഉത്തരം കിട്ടുന്നോ? ഉത്തരം കിട്ടുന്നല്ല, ഈ കിട്ടുന്ന അടിയാ പിന്നെ കിട്ടുന്നത്, ഈ കിട്ടുന്ന അടിയാണ് പിന്നെ കിട്ടുന്നത്. 5 വക്ത് നിസ്കാരം കള്ളാക്കാൻ പാടില്ല. നിസ്കാരം കള്ളാക്കിയിട്ട് ഒരു കാര്യമില്ല. പരിശുദ്ധ ഖുർആൻ, നമ്മളുടെ പരിശുദ്ധ ഖുർആൻ, അത് ഒരു ദിവസം ഒരു പേജെങ്കിലും കാൽ തെളിച്ചിട്ട് നോക്കാൻ വേണ്ടിയുള്ള മനസ്സ് നമുക്ക് വേണം, നമ്മളെ ഖൽബിന് വേണം. ഇനിയിപ്പോൾ പരിശുദ്ധ റമദാനാണ് വരുന്നത്, ഇനിയിപ്പോൾ ഷഅബാൻ മാസം തീർന്ന് നോമ്പ് വരുമ്പോൾ ഉണ്ടാവും ഫസ്റ്റിന് കുറേ ആൾക്കാർക്ക് ഉടൻ കൊണ്ടായ മുസാഫ് തേടും, അതേപോലെ കുറച്ചെന്തെങ്കിലും എടുത്തിട്ടിരിക്കും, ഒരു കുറച്ചൊന്നും ഉണ്ടാവും. പിന്നെ അത് ആദ്യത്തായി, പിന്നെ നോമ്പ് ലാസ്റ്റ് ടൈമാകുമ്പോൾ 20 കഴിഞ്ഞാൽ പിന്നെ ആളുണ്ടാവില്ല, ഖുർആൻ ഓതാൻ ആളുണ്ടാവില്ല. ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ലൈലത്തുൽ ഖദ്ർ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന ഇരിക്കുന്ന ദിവസം വരുമ്പോൾ ഇല്ല. അപ്പോൾ ഇവൻ ഇതുവരെ ചെയ്തത് ആരെ കരുതിയിട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? അതെല്ലാം ഒരു വിശ്വാസത്തിൻ്റെ കുറവാണ്. വിശ്വാസത്തിൻ്റെ കുറവുള്ളതോട് കൊണ്ട് നമ്മുടെ കാര്യത്തിൻ്റെ പരിഹാരം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തവർക്ക് പരിഹാരം കിട്ടിയതിൻ്റെ അലാമത്താണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിൽ നടക്കുന്ന സ്വലാത്ത് വലിയ ബർക്കത്തുള്ള മജ്ലിസായ അല്ലാഹു നമ്മളിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ സ്വഭാവമുള്ള ഗുണമുള്ള ആളാണ്, സ്വഭാവ ഗുണമുള്ള ആളാണ്. എത്ര നമ്മൾ തെറ്റ് ചെയ്താലും, ഇപ്പം കണ്ടില്ലേ, നമ്മൾ സ്വാഗത പ്രസംഗത്തിൽ സക്കാഫി ഉസ്താദ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ചെയ്ത അമലിനെ എനിക്ക് കാണിച്ചു തരും. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ നിങ്ങൾ എനിക്ക് കാണിച്ചു തരും. ഞാൻ റൗളാൻ ഷരീഫിൽ ഇരുന്നിട്ട് കാണും, പാവൂറിൽ നിങ്ങൾ ചെയ്യുന്ന അമല് ഞാൻ കാണും. നമുക്കത് സംശയം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ റസൂല് കാണോ? എന്തേ സംശയം? നിങ്ങൾ കേട്ടിട്ടില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഒരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷിൻ്റെ പേര് ഹുദ്ഹുദ എന്നാണ്.
ഈ ഉദൂദ എന്നുള്ള പക്ഷിൻ്റെ പണി എന്ത് എന്നറിയോ? ആ ഉദൂദ നിസ്കാരത്തിന് ടൈമാകുമ്പോൾ ഒതു എടുക്കാൻ വേണ്ടി, ശുദ്ധി വരുത്താൻ വേണ്ടി ഭൂമിൻ്റെ അടിയിലുള്ള വെള്ളം കാണിച്ചു കൊടുക്കലാണ്. ആയിരിക്കും? സുലൈമാൻ നബിക്ക്. സുലൈമാൻ നബി വലിയ പ്രവാചകരാണ്, ലോകം ഭരിച്ച നബിയാണ്. ആ സുലൈമാൻ നബിക്ക് വെള്ളം കാണിച്ചു കൊടുക്കുന്നത് ഈ ഹുദൂദ എന്നുള്ള ഇരിക്കുന്ന പക്ഷി ഭൂമിൻ്റെ അടിയിൽ ഇന്ന സ്ഥലത്ത് വെള്ളമുണ്ട്. ചിലപ്പോൾ വലിയ പാറൻ്റെ ആയോളം പാറൻ്റെ അടിയിലായിരിക്കും വെള്ളമുള്ളത്. അത് ജിന്നുകൾ പോയിട്ട്, ഇഫ്രീത്തുകൾ പോയിട്ട് ആ വെള്ളം കൊണ്ടുവന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിലേക്ക് കൊടുക്കുമെന്ന് ഇത് പരിശുദ്ധ ഖുർആനല്ലേ പറയുന്നത്. ഈ ഹുദൂദാൻ്റെ തലയിൽ കമ്പ്യൂട്ടറൊന്നും ഉണ്ടായിട്ടില്ല. കമ്പ്യൂട്ടർ ഉള്ളത് കൊണ്ടല്ല ആ വെള്ളം കാണിച്ചു കൊടുക്കുന്നത്. അത് അള്ളാഹു കൊടുത്ത ഒരു കഴിവാണ്. അള്ളാഹു തആല ആ പക്ഷിക്ക് കഴിവ് കൊടുക്കുമ്പോൾ ലോകത്തെ പടക്കാൻ കാരുണരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മദീനത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഉപരിഭാഗത്ത് നടക്കുന്ന സർവ്വ വിഷയങ്ങളും കാണും എന്നതിൽ എന്ത് സംശയമാണ് നമുക്കുള്ളത്? ഒരു സംശയമില്ല. അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ നിന്ന് പാവപ്പെട്ട നമ്മൾ പാവൂരിൽ നിന്ന് ചെയ്യുന്ന അമലുകൾ, ഈ സലാത്തിൻ്റെ മജിലിസിൽ നടക്കുന്നത്, ഈ സലാത്തിൻ്റെ മജിലിസ് നല്ല നിയ്യത്തോടു കൂടി നാം ഇരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂല് കാണുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വജത്തു ഖൈറ, നിങ്ങൾ ചെയ്യുന്ന അമലിൽ ഖൈറാണ്, നല്ലതാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ ഞാൻ അള്ളാഹുവിനെ സമിത്തുല്ലാഹ, അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കും. വഗൈറ ദാലിക, അതല്ല നിങ്ങൾ മോശമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അസ്തഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ ചോദിക്കുമെന്ന്, റൗളാ ഷരീഫിൽ കിടന്നും കൊണ്ട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയ സ്നേഹത്തിൻ്റെ റഊഫുർ റഹീമാകുന്ന ഇരിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ ഉടമയാകുന്ന ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രംഗത്തും അങ്ങനെ ഒരു പൂർത്തിയായ ഒരാള് ലോകത്തേക്ക് വരാനേ ഇല്ല, അള്ളാഹു പടച്ചിട്ടേ ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ചെറിയ ഒരു സംഭവം നിങ്ങളെ ഉണർത്തുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ മദീനത്തെ പള്ളിയിൽ ഇമാമും ജമാഅത്തായി സ്വഹാബത്ത് നിസ്കരിക്കുമ്പോൾ ഒരു സ്വഹാബി ആ കൂട്ടത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാ എന്ന് പറയണം. അത് പറയണം. അത് വലിയ ഒരുപാട് സുക്കേടുകൾ അള്ളാഹു മാറ്റിത്തരുന്നു. നമ്മളെ തലച്ചോറിലുള്ള ഒരുപാട് നമ്മളെ ഇന്ന് വലിയ സ്റ്റക്കായി പോകുന്ന രോഗങ്ങൾ ലോകത്ത് കൂടി വരികയാണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഇല്ലാതാക്കുന്ന നമ്മുടെ തുമ്മൽ, ആ തുമ്മൽ എത്രയോ രോഗങ്ങൾക്ക് പരിഹാരമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. ആ തുമ്മുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയണം. അൽഹംദുലില്ലാ എന്ന് കേട്ടാൽ എന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് ഒരാൾ തുമ്മിയിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ടാൽ അൽഹംദുലില്ലാ കേട്ടാൽ എന്തെന്ന് പറയണം? ഒരാൾ പറയില്ല. നിങ്ങൾ ആരാമക്കല്ലാ വലിയ ഉഷാറും ആള് വലിയ ഉഷാറും യർഹമക്കല്ലാ, അള്ളാഹു ബർക്കത്താക്കട്ടെ, നന്നാക്കി തരുമാറാകട്ടെ, യർഹമക്കല്ലാ എന്ന് പറയണം. അപ്പം നിസ്കാരത്തിന് കൈ കെട്ടിട്ട് ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് അയാൾക്ക് പറയാം. നിസ്കാരത്തിനൊരു കുഴപ്പമില്ല. പക്ഷേ അയാൾ ഫാത്തിഹ ഓതുന്നതിൻ്റെ ഇടയിലാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ തുടക്കത്തിനെ ഓതണം. ഫാത്തിഹാൻ്റെ ആ ഖിറാഅത്ത് മുറിയും, ബാത്തിലാവും. അതുകൊണ്ട് ഫാത്തിഹാൻ്റെ തുടക്കത്തിനെ അയാൾ ഫാത്തിഹ ഓതണം എന്ന് മാത്രമേ ഉള്ളൂ. നിസ്കാരം ബാത്തിലാവൂല. പക്ഷേ ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. ഇർഹമക്കല്ലാ എന്ന് ഒരാൾ പറഞ്ഞാൽ ഇനി അടുത്ത് വരാൽ അൽഹംദുലില്ലാ, നിസ്കാരത്തിൽ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം ബാത്തിലാവും. എന്തുകൊണ്ട്? അതിൽ നീ എന്നുള്ള ഒരു മനുഷ്യനോട് നീ എന്നുള്ള ശബ്ദം വരും. അള്ളാഹും അവൻ്റെ റസൂലിനോട് അല്ലാതെ നീ എന്നുള്ള ശബ്ദം ഒരു മുനാജാത്തിൻ്റെ ഒരു നേർക്ക് നേരെ സംസാരിക്കുന്ന പ്രയോഗം വന്നാൽ നിസ്കാരം ബാത്തിലാകും. ആ മുആവിയത്ത് ബിൻ ഹക്കമുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു എന്ന് പറയുന്ന സ്വഹാബി പറയുന്നു, ഞങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് ഒരാൾ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു.
അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇർഹമക്കല്ലാ എന്ന് പറഞ്ഞു. എനിക്കറിയില്ല നിസ്കാരം ബാത്തിലാവുമെന്ന് എനിക്കറിയില്ല. ഇസ്ലാമിൻ്റെ തുടക്കകാലമാണ്. ആ സമയത്ത് മറ്റുള്ള സ്വഹാബികൾ ഇതറിഞ്ഞവരെല്ലാം എന്നെ കണ്ണു തുറച്ച് എന്നെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാ തൻളുറൂനി, നിങ്ങളെന്താ എന്നെ നോക്കുന്നത്, നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുന്നത് എന്ന് ഞാൻ നിസ്കാരത്തിൽ അങ്ങ് പറഞ്ഞു. ഇതെല്ലാം നിസ്കാരത്തിലാണ് നടക്കുന്നത്. ആ സമയത്ത് മറ്റുള്ളവരെല്ലാം ഇങ്ങനെ അടിച്ച് ശബ്ദിക്കാൻ വേണ്ടി പാടില്ല എന്ന് എന്നെ ഇഷാറത്ത് ചെയ്തെങ്കിലും ദേഷ്യം പിടിച്ചെങ്കിലും തൽക്കാലം ഞാൻ അടങ്ങി നിന്നു. ഞങ്ങളെ മുന്നിൽ ഹബീബായ മുത്തു മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഉള്ളത്. അതുകൊണ്ട് ഞാനൊന്നും മുണ്ടില്ല, ഞാൻ അടങ്ങി നിന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം, സലാം പറഞ്ഞതിൻ്റെ ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മനിൽ മുത്തക്കല്ലിം, ഈ അടുത്ത് സംസാരിച്ചത് ആരാണ്? നിസ്കാരത്തിൽ സംസാരിച്ചത് ആരാണ്? സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാകുമല്ലോ. ആരാണ് സംസാരിച്ചത്? ആ സമയത്ത് ഞാനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, യാ മുആവിയ ലാ തസ്ലഹു ലിഹാദാ, ഇത് ഈ ചെയ്ത കാര്യങ്ങളൊന്നും നിസ്കാരത്തിന് യോജിച്ചതല്ല, നിസ്കാരത്തിനത് പറ്റിയതല്ല. ഇന്നമസ്സലാത്തു ലിൽ ഖിറാഅത്തി വദ്ദിക്രി വതസ്ബീഹ്, നിസ്കാരത്തിൽ ദിക്ർ, തസ്ബീഹ്, തഹ്ലീൽ അല്ലാതെ മറ്റൊന്നും പറയാൻ വേണ്ടി പാടില്ല. മുആവിയത്ത് ബിൻ ഹഖമുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റഅയ്തു മുഅല്ലിമൻ ഖത്തു, ഞാൻ ഇങ്ങനെയുള്ള വലിയ അധ്യാപകനെ, ഒരു ഉസ്താദിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എത്രയോ പണ്ഡിതന്മാരെ, എത്രയോ നല്ലവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പഠിപ്പിച്ച് തരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ജീവിതത്തിൽ. വലാ ലറബനി വലാ ശതമനി വലാ കഹ്റനി, എന്നെ അടിച്ചില്ല. എന്താടാ നീ സംസാരിച്ചത് എന്ന് പറഞ്ഞ് എന്നെ അടിച്ചില്ല, എന്നെ ചീത്ത പറഞ്ഞില്ല, എന്നെ ഗൗരവമുള്ള വാക്കുകൊണ്ട് എന്നെ ശകാരിച്ചില്ല. ഇങ്ങനെയുള്ള ഒരാളെ ഞാൻ കണ്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഇങ്ങനെയായിരുന്നു. അത് ഒരു രംഗത്തല്ല, പഠിപ്പിച്ചു കൊടുക്കുന്ന, ദീനി പഠിപ്പിച്ചു കൊടുക്കുന്ന, ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപന രംഗത്ത് മാത്രമല്ല, ഇനി കുടുംബത്തിലെ അടുത്താണെങ്കിലും, അതുപോലെ മക്കളെ കൂട്ടത്തിലാണെങ്കിലും, അതുപോലെ പൊതു സാമൂഹികമായിട്ടാണെങ്കിലും, സാംസാരികമായിട്ടാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം അത് തന്നെയായിരുന്നു. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ പറയുന്നത്, വലൗ കുൻത ഫല്ലൻ ഗലീദൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാബിർഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നബിയെ, തങ്ങളെങ്കാലും ഒരു കടുത്ത സ്വഭാവക്കാരൻ ആയിരുന്നുവെങ്കിൽ തങ്ങളടുത്ത് ആൾക്കാർ കൂടുമായിരുന്നില്ല, തങ്ങളടുത്തേക്ക് ആൾക്കാർ എത്തുമായിരുന്നില്ല. തങ്ങളൊരു സൗമ്യമായ പെരുമാറ്റക്കാരനായതുകൊണ്ട്, റഊഫുർ റഹീമായതുകൊണ്ട് ഇത്രയും വലിയ പരിശുദ്ധമായ ഇസ്ലാമിനെ കെട്ടിപ്പടുത്താൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു. അവരെ തൊട്ടെന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തങ്ങൾ മാഫ് ചെയ്യുക. വസ്തഗ്ഫിർലഹും, അവർക്ക് തങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. ഒരു കാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ അത് അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ച് ചെയ്യുക എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഭാവത്തിനെ പറ്റി പറയുന്നു. പ്രിയമുള്ളവരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത്ര ജനങ്ങളോട് സ്നേഹമുള്ള, നമ്മോട് സ്നേഹമുള്ള ഒരൊറ്റ ഖൽഖും ഒരൊറ്റ മഖ്ലൂഖും ലോകത്തില്ല. നാളെ മഹ്ശറയിൽ വെച്ച് നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൈപിടിയുമ്പോൾ, നമ്മളെ മക്കൾ നമ്മളെ നോക്കാതിരിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരിചയമില്ലാത്തതുപോലെ നടിക്കുമ്പോൾ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വാഹിബതിഹി
ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമൈദിൻ ശൈനുൻ യുഗ്നീഹി. പ്രിയമുള്ളവരെ, സ്വന്തം ബാപ്പ മക്കളെ കൂട്ടാക്കാതിരിക്കുമ്പോൾ, സ്വന്തം പെണ്ണുങ്ങൾ ഭർത്താവിനെ കൂട്ടാക്കാതിരിക്കുമ്പോൾ ആരും വേണ്ട. ആ സമയത്ത് നമ്മെ ഏറ്റവും കൂട്ടാക്കുന്നതും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. എത്രത്തോളം അറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ ആഖിറത്തിൽ വെച്ച് അള്ളാഹു സ്വർഗത്തിലേക്ക് കടക്കുന്നവരെ സ്വർഗത്തിലേക്ക് കടക്കുന്നു. നരകത്തിൽ ദോഷം ചെയ്ത കുറ്റം ചെയ്ത ഇരിക്കുന്ന ആൾക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിൽ നിന്ന് അവരുടെ ദോഷത്തിൻ്റെ ആ കടുപ്പം തീരോളം അവരെ നരകത്തിൽ കടത്തുന്നു. അങ്ങനെ നരകത്തിൽ കടത്തിയ ഓരോരുത്തർക്കും അള്ളാഹുവിൻ്റെ റസൂല് ശുപാർശ ചെയ്തു സ്വർഗത്തിലാക്കുമ്പോൾ, വളരെ തെറ്റ് ചെയ്ത കുറേ മനുഷ്യന്മാരെ നരകത്തില്ലതാ ഒരുപാട് അവിടെ കരയുന്നു, വിളിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് കേൾക്കുന്നില്ല. അവസാനമായി അവരുടെ അവലാദ്യം കണ്ട് ആ നരകത്തിനെ കാക്കുന്ന മലക്കുകൾ അവരോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ ഉമ്മത്താണ്, ആരുടെ സമുദായമാണ്? ആ സമയത്ത് അവർ പറയുന്നു, നഹ്നു ഉമ്മത്ത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് നബിൻ്റെ ഓർമ്മ അവർക്ക് വരുന്നത്. അത്രത്തോളം അവർക്ക് ഓർമ്മ വന്നിട്ടില്ല നരകത്തിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ. എൻ്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് അവർ നബിൻ്റെ ഓർമ്മ വന്ന് വിളിക്കുന്നു, വാ മുഹമ്മദാ. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ശബ്ദം കേൾക്കുന്ന നരകത്തിൻ്റെ ഭാഗത്തേക്ക് ഓടി വന്ന് അവരെ അള്ളാഹുവിൻ്റെ റസൂൽ രക്ഷിക്കുന്നു, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുപോലെ നമ്മുടെ മാതാപിതാക്കൾ കൈവിടുമ്പോൾ, നമ്മുടെ മക്കൾ കൈവിടുമ്പോൾ, നമ്മുടെ കുടുംബം കൈവിടുമ്പോൾ, നമ്മളെ കൈപിടിച്ച് നമ്മളെ സഹായിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓരോ കുല്ലി നബിയ്യിൻ ദഅവത്തും, ഓരോ പ്രവാചകർക്ക് ലോകത്ത് 1,00,000-ലേറെ പ്രവാചകന്മാർ വന്നില്ലേ, ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു ഒരു പ്രാർത്ഥന കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥന പ്രവാചകന്മാരോട് ദ്വരനാൾ ആ ദുആക്ക് ഇജാബത്ത് കിട്ടും. പക്ഷെ പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ഫിറൗന് കേടായി ദ്വരന്നിട്ട് ഫിറൗനെ ഹലാക്കാക്കുന്നതിൻ്റെ ഇടയ്ക്ക് 40 നൂഹ് നബി അലൈഹിസ്സലാം ഹലാക്കിന് വേണ്ടി, കൗമിൻ്റെ ഹലാക്കിന് വേണ്ടി ദ്വരന്നിട്ട് റബ്ബി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. നൂഹ് നബി അലൈഹിസ്സലാം ഹലാക്കിന് വേണ്ടി ദ്വരന്നു. ആ ദുആക്ക് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും ഹലാക്കാകുന്നതും. പെട്ടെന്നങ്ങനെ കിട്ടിക്കൊള്ളണം എന്നില്ല. പ്രവാചകന്മാരുടെ ദുആക്ക് ഇജാബത്തുണ്ട് തന്നെ. പക്ഷെ ഒരു ദുആ അവർക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അത് വായി തുറന്ന് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അത് അള്ളാഹു തആല അവർക്ക് കൊടുക്കും. അതിനെയാണ് അള്ളാഹുവിൻ്റെ റസൂല് സഹീഹ് മുസ്ലിം നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, ഒലി കുല്ലി നബിയ്യിൻ ദഅവത്തുൻ. ഓരോ പ്രവാചകനും ഒരു ഒരു ദുആന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എല്ലാ അമ്പിയാക്കളും അവരുടെ ദുആന് അവർക്ക് വിഷമങ്ങൾ എത്തുമ്പോൾ ദുനിയാവിലൊരു ദുആ കഴിഞ്ഞിട്ടുണ്ട്. വലാകിൻ ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി യൗമൽ ഖിയാമ. പക്ഷേ എനിക്ക് തന്ന ദുആന് എത്ര പ്രയാസങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടും എനിക്ക് തന്ന ദുആന ദുആരന്നിട്ടില്ല. തായിഫിൻ്റെ ആൾക്കാർ കല്ലെറിഞ്ഞ് കാലിൽ നിന്ന് ആ രക്തങ്ങൾ ഒഴിക്കുമ്പോൾ ഞാൻ ദുആരന്നിട്ടില്ല. കഅബ ശരീഫിൻ്റെ അടുക്കൽ റബ്ബിന് സുജൂദ് ചെയ്യുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുവന്നിട്ടിട്ട് എൻ്റെ ശരീരത്തിൽ ഇട്ടപ്പോൾ ആ ദുആനെ ഉപയോഗപ്പെടുത്തിയില്ല. അതുപോലെ ഉഹുദ് യുദ്ധത്തിൽ വെച്ച് എൻ്റെ മുമ്പിൽ ഷഹീദായ സമയത്ത് ഞാൻ ആ ദുആനെ ദുആരുന്നില്ല. വലാകിൻ ഇത്തബഅതു ദഅവതി. ഇത്രയേറെ വിഷമഘട്ടത്തിൽ ദുആരക്കാതെ
എൻ്റെ ദുആനെ ഞാൻ പിന്തിച്ചു വെച്ച എൻ്റെ ഉമ്മത്തിന് വേണ്ടി, അവരെ മക്കൾ കൈവിടുന്ന കാലം സമയം, അവരെ മാതാപിതാക്കൾ കൈവിടുന്ന സമയം, അവരുടെ കുടുംബം കൈവിടുന്ന സമയം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി എൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ ആ പ്രാർത്ഥനയെ പിന്തിച്ചു വെച്ചിരിക്കുന്നു എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ആ പ്രവാചകന്മാരെ മേലിൽ, ആ പ്രവാചകൻ്റെ ഓർമ്മയ്ക്കും ആ പ്രവാചകൻ്റെ ശഫാഅത്ത് നമുക്ക് ലഭിക്കാനും, നമുക്ക് ഏത് പ്രശ്നപരിഹാരത്തിനും നമുക്ക് ഉപകാരം കിട്ടാനാണ്, നമുക്ക് ഫായിദ കിട്ടാനാണ് ഈ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ധാരാളം നമ്മുടെ ആ ജീവിതത്തിൽ സ്വലാത്ത്, സാധാരണ സലാത്തിൻ്റെ മജ്‌ലിസിൽ നമ്മൾ പോയിട്ട് സലാത്ത് ചൊല്ലുന്നത് എന്തിനു വേണ്ടി? പക്ഷേ നമ്മൾ മോശപ്പെട്ട ആളാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഇജാബത്ത് കിട്ടാൻ വേണ്ടി ഒരു പക്ഷേ പിന്തിപ്പോയാലും കൂട്ടത്തിൽ പല നല്ലോറുമുണ്ടാകും, ഉസ്താദന്മാരുണ്ടാകും, അവിടെ തങ്ങന്മാരുണ്ടാകും. അവിടെ ദുരക്കുമ്പോൾ അല്ലാഹു തആല നമുക്ക് തരും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടിയാണല്ലോ നമ്മൾ സലാത്തിൻ്റെ മജ്‌ലിസിൽ വന്ന് നമ്മൾ സലാത്ത് ചൊല്ലുന്നത്, നമ്മൾ ദുആരക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിനും പുറമേ സലാത്തിൻ്റെ മാസത്തിൽ ഒരിക്ക അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്ക വന്ന് സലാത്തിൻ്റെ മജ്‌ലിസിലിരുന്ന് സലാത്ത് ചൊല്ലിയാൽ പോരാ, മറിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും ഒരു 100 സലാത്തെങ്കിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ചെല്ലണം. 100 സലാത്ത് ഇല്ലാൻ എത്ര സമയം വേണം? ഓരോ നിസ്കാരത്തിൻ്റെ പിന്നിൽ ഒരു 20 സലാത്ത് പറയുമ്പോൾ 5 വക്ത് നമസ്കാരത്തിൻ്റെ പിന്നിലാകുമ്പോൾ 100 സലാത്തായില്ലേ? അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇരുന്ന ഇരുത്തത്തിന് 100 സലാത്ത് അല്ലാണ്ട് എന്ത് പ്രയാസമാണ് നമ്മൾക്കുള്ളത്? ആ പ്രവാചകരോട് സ്നേഹമുണ്ടെങ്കിൽ, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് നമുക്കുണ്ടെങ്കിൽ, എന്തുകൊണ്ട് നമുക്ക് കുറച്ചും ആ കാര്യത്തിന് ആ മനസ്സ് കൊടുത്ത് പറഞ്ഞുകൂടാ? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതേ പ്രകാരം സലാത്തുൽ ഹുദൂർ എന്ന് പറയുന്ന സലാത്തുണ്ട്. നമ്മുടെ ഉസ്താദന്മാരെല്ലാം ഹിജാസത്ത് കൊടുക്കുന്ന സ്വലാത്ത്. അത് ഒരാൾ ഏത് പ്രശ്നമുള്ള കാര്യമാണെങ്കിലും രാത്രി എണിച്ച് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, രാത്രി കുറഞ്ഞ സമയം മാത്രം ഉറങ്ങുന്ന മുത്തഖീങ്ങളായ നല്ല മനുഷ്യന്മാർ, അത്തായ സമയത്ത് അള്ളാഹുവിനോട് തൗബ ചെയ്യുന്നവരെ, അസ്തഗ്ഫിറുല്ലാഹുൽ അലീം, പടച്ചവനെ എൻ്റെ തെറ്റുകൾ പൊറുക്കണേ എന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരെ, അത്തായ സമയത്ത് അള്ളാഹു അതിലേക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യുന്ന സമയമാണ്. 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതേ സ്ഥലത്ത് ഇരുന്ന് നമ്മൾക്ക് പറയാം, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലതി അദ്രികിനി. 100 പ്രാവശ്യം തഹജ്ജുദ് നിസ്കരിച്ച് അതേ ഇരുത്തത്തിൽ പറഞ്ഞാൽ നിന്റെ കാര്യം മുഴുവനും അല്ലാഹു സഫലീകരിച്ചു തരും. നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബർക്കത്തില്ലെങ്കിൽ ബർക്കത്ത് തരും. കുടുംബ ബന്ധത്തിൽ വഴക്കാണെങ്കിൽ, കുടുംബ ബന്ധത്തിന് പ്രശ്നമാണെങ്കിൽ അത് പരിഹരിക്കപ്പെടും. അതേ പ്രകാരം നിന്റെ ശാരീരികമായ പ്രശ്നമാണെങ്കിൽ അതിന് സമാധാനമുണ്ടാകും, ക്ഷമനമുണ്ടാകും. അല്ല, നിന്റെ സമ്പത്തിൽ ബർക്കത്താണ്, നിന്റെ മക്കൾക്ക് ബർക്കത്തിന് വേണ്ടിയാണ് നീ പറയുന്നതെങ്കിൽ ആ മക്കളുടെ ബുദ്ധി നന്നാകും, മക്കളുടെ ബുദ്ധി നന്നാകും. അതേ പ്രകാരം നിന്റെ വീട് നന്നാകാൻ വേണ്ടിയാണ് നീ പറയുന്നതെങ്കിൽ അത് അള്ളാഹു പെട്ടെന്ന് നിനക്ക് നന്നാക്കി തരും. ഇരുന്ന ഇരുത്തത്തിൽ ഖൽബ് ഹുദൂറാക്കിയിട്ട് അസ്സലാത്തു വസ്സലാമു, അള്ളാഹുവിൻ്റെ സലാത്തും സലാമു അലൈക, തങ്ങളെ മേൽ. തങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ മുന്നിൽ തങ്ങൾ ഉണ്ട് എന്ന് കരുതണം. തങ്ങ അലൈക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ന് ഒരാളെ പറയുമ്പോൾ നമ്മുടെ മുന്നിലുള്ള ആളല്ലേ കരുതിയിട്ട് പറയുന്നത്, അതുപോലെ കരുതണം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്
ഖുദ് ബിയദി ഖല്ലത്തി ഹീലത്തി അദ്രികിനി. 100 സലാത്ത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇരുന്ന ഇരുത്തത്തിൽ പറയുമ്പോൾ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു തരും, എല്ലാ രോഗങ്ങളും അള്ളാഹു താല മാറ്റിത്തരും. ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളിത് വരുന്നത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് കിട്ടില്ല എന്ന് വെക്കും. എന്തേ കാരണം? അത് ചില ആൾ മക്കളില്ലാത്തതിന് വേണ്ടി ദ്വരക്കുന്നു, കുറേ ദ്വരന്ന് ഒന്നും കിട്ടുന്നില്ല. നിരാശരാകേണ്ടതില്ല. ഞാൻ കുറേ ദ്വരന്ന് എനിക്ക് ലഭിച്ചില്ലല്ലോ എന്ന് വിചാരിക്കാൻ പാടില്ല. ആ വിചാരിക്കുന്നത് അവലക്ഷണമാണ്, ലക്ഷണക്കേടാണ്. ആ ദുആക്ക് ഇജാബത്തുണ്ടാവൂല. അള്ളാഹു തരും എന്നുള്ള എനിക്ക് അള്ളാഹു തരും, എൻ്റെ അവസ്ഥ അള്ളാഹു കാണുന്നു എന്നുള്ള ഉറപ്പോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു നിനക്ക് തരും. ഒരു പക്ഷേ മക്കളില്ലാത്തതിന് വേണ്ടി ദുആ ചെയ്തവർക്ക് മക്കൾ കിട്ടില്ല എന്ന് വെക്കും. എന്തുകൊണ്ടാണ് മക്കൾ കൊടുക്കാത്തത്? മക്കൾ ഈ സമയത്ത് അവന് കൊടുക്കുന്നത് വലിയ അപകടമായിരിക്കും. അതുകൊണ്ട് ഒരു പക്ഷേ അള്ളാഹു കൊടുക്കൂല. നിങ്ങൾ കേട്ടില്ലേ ചില മക്കളുള്ളവർ പറയുന്ന, ഓ എനക്ക് പിറന്നിട്ടില്ല എങ്ങനെ നന്നായിരുന്നു, ഓ എപ്പോഴേ ചെറിയരിക്കും മരിച്ചിട്ട് പോയിനെങ്കിൽ എന്നെ മര്യാദ ഒരു കെട്ടിയെന്ന് എത്ര രക്ഷിതാക്കൾ ഇത് വരയ്ക്കുന്നു. അപ്പം അങ്ങനത്തെ മക്കൾ വന്നിരുമ്പോൾ നമ്മുടെ ഇസ്സത്ത് കളയുന്ന, നമ്മുടെ സമ്പത്ത് നശിപ്പിക്കുന്ന, നമ്മുടെ മാനം നഷ്ടപ്പെടുത്തുന്ന മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഹൈറ് മക്കളില്ലാതിരിക്കലല്ലേ. ആ സമയത്ത് മക്കൾ നിനക്ക് ഹൈറല്ലാത്തത് കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നിനക്ക് തരൂല. പക്ഷേ ഹൈറായ സമയത്ത് അത് തരും. സക്കരിയ നബി അലൈഹി സ്വലാമിനിക്ക് മക്കളെ കൊടുത്തതിപ്പോൾ എത്രാമത്തെ വയസ്സിൽ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു മക്കളെ കൊടുത്തത് എത്രാമത്തെ വയസ്സിൽ? വാർദ്ധക്യ പ്രായത്തിലല്ലേ അവർ? അള്ളാഹു താലാനൊട്ട് ആശ മുറിയാൻ വേണ്ടി പാടില്ല. ഏത് ദാരിദ്ര്യക്കാരനും ഏത് വിഷമമുള്ളവനും നമ്മൾ അള്ളാഹുവിനോട് ഹബീബായ നബിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിട്ട് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹു താല അത് പരിഹരിച്ചു തരും. അങ്ങനെയുള്ള ഒരു മഹത്തായ മജ്ലിസ് നമ്മൾ സുഹരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ പാവൂരിൽ നടക്കുമ്പോൾ നാം എല്ലാവരും അതിലെന്താക്കണം? സഹായിക്കുകയും സഹകരിക്കുകയും. ഒന്നും കഴിയുന്നില്ലെങ്കിൽ അവിടെ പോയി ദൂരത്തിൽ നിന്ന് അടുത്ത് നിന്ന് ഒന്ന് ഇരുന്ന് കൊടുത്തിട്ട് അത്ര സാന്നിധ്യം അറിയിക്കണം. അത്രയും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത കാര്യം, ഒരു നല്ലത് ഉണ്ടാക്കുമ്പോൾ ഒരു വേണ്ടാത്ത കാര്യം നമ്മളെ നാവിൽ പറയുന്നതെങ്കിലും നമ്മൾ എന്താക്കണം? നിർത്താൻ വേണ്ടി നോക്കണം. അത് ഇതിലേക്കൊരു സഹായകമാകും. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, നീ സഹായിച്ചു കൊടുക്കണം. നിനക്ക് സഹായിക്കാൻ നിൻ്റെ അടുത്തില്ല, നിനക്ക് കഴിയുന്നില്ല, നീ നല്ലത് പറഞ്ഞു കൊടുക്കണം. നല്ലത് പറയണം നാവില്. നല്ലത് പറയാൻ വേണ്ടി തടുന്നില്ല, എന്നാൽ ചീത്ത പറയുന്നതിനെ തൊട്ട് നീ മുണ്ടാതിരിക്കുക. അത് ഇതിലേക്ക് സഹായകമാകും, അതിലേക്ക് സഹായമാകും. അത്രയെങ്കിലും നമ്മളെ ഭാഗത്തിൽ നിന്നിട്ട് വേണം. ഇല്ലെങ്കിൽ ഒരു നല്ല കാര്യം ഉണ്ടാകുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്താൽ നാളെ പരലോകത്തിൽ റബ്ബിൻ്റെ കോടതിയിൽ അതിലേക്ക് ഉത്തരം പറയേണ്ടി വരും. ഞാൻ കേവലം ഒരു വിഷയം പറഞ്ഞു, എൻ്റെ വിഷയത്തെ ഞാൻ നിർത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ റംളാന് വരുന്നു. നമുക്ക് ധാരാളമായി തറാബി നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും സൽക്കർമ്മം ചെയ്യാനും അള്ളാഹു തൗഫീക്കും ആയുസ്സും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മൾ ഇതുപോലെ ചെയ്ത അമലുകൾ അള്ളാഹു നമ്മളുടെ കബൂലാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തറാബിൻ്റെ ഇടയിൽ തറാബി നിസ്കരിക്കുമ്പോൾ ഒരു സ്വലാത്തുണ്ട്. തറാബി 20 റക്അത്ത് നമ്മൾ നിസ്കരിക്കുമ്പോൾ 4 റക്അത്ത് നിസ്കരിച്ചിട്ടായിട്ട് ഇരുന്നിട്ട് നമ്മളൊരു സലാത്ത് ചൊല്ലും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് ബാരിക് വസല്ലിം. ഇങ്ങനെ സലാത്ത് ചൊല്ലും അല്ലേ? സലാത്ത് അല്ലേ? ഇല്ലേ? ഇപ്പുറം സലാത്ത് ചെല്ലലില്ലേ? തറാബിൻ്റെ ഇടയിലേ ഉണ്ടല്ലേ? എന്നാ ഈ സ്വലാത്ത് ചെല്ലുന്നതിന് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വലിയ ഉമർ ഖാലിൻ്റെ നേതൃത്വത്തിൽ പണ്ഡിതന്മാർ ഇരിക്കൂ, ബദ്നൂർ ഇരിക്കൂ, ഉള്ള കസാലെല്ലാം ഒഴിവാക്കിയിട്ട് കൊടുക്കും, അവർ ഇരിക്കും. ഈ സ്വലാത്ത് ചൊല്ലുന്നത് എവിടെയും ഹദീസിലില്ല, സ്വലാത്ത് ചൊല്ലേണ്ടതില്ല എന്നുള്ളൊരു തർക്കമുണ്ടായി. ആ സമയത്ത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉമർ ഖാലി എന്നവർ
ആയിരിക്കണം എന്നെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ പണ്ഡിതനോട് പറഞ്ഞു, എന്നാൽ ആയിരക്കണക്കായ ആൾക്കാർ ഈ സ്വലാത്ത് ചൊല്ലും. ഒരു പള്ളിയിൽ 100 ആൾ ഉണ്ടെങ്കിൽ 20 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 4 റക്അത്തിൻ്റെ ഇടയ്ക്ക് എത്ര സ്വലാത്താണ് ചൊല്ലുന്നത്? ഈ സ്വലാത്ത് ചൊല്ലിനെ തടസ്സപ്പെടുത്തിയ ആള് നിങ്ങൾ എന്ന് നാളെ റബ്ബിൻ്റെ മുന്നിൽ ഞാൻ പറയും എന്ന് പറഞ്ഞപ്പോൾ ആ പണ്ഡിതൻ പറഞ്ഞു, ഇല്ല, ഞാനില്ല ആ വിഷയത്തിലേക്ക്. അത് ചില്ലറ പ്രശ്നമല്ല. ഒരു നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താനും അതിനെ മുടക്കാനും വേണ്ടി ആരെങ്കിലും, അങ്ങനെ നമ്മളെ പാവൂരിൽ ആരുമില്ല, അങ്ങനെയുള്ള ആൾക്കാരില്ല. സ്വാഗത പ്രസംഗത്തിൽ കേട്ടു, പാവൂരിലും ചുറ്റുഭാഗം നല്ല ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയേറെ നല്ല മജ്‌ലിസുകൾ സംഘടിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നു. സുന്ദരമായ മനോഹരമായ കണ്ടാൽ ആർക്കും നിസ്കരിക്കാം എന്ന് തോന്നുന്ന ഒരു പള്ളി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അള്ളാഹു ഇതിലേറെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും സഹായിച്ചു, സഹകരിച്ചു. നമ്മൾ സ്വലാത്തിൻ്റെ മജ്‌ലിസും നമ്മുടെ മഹല്ലത്തിനെയും ഐക്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നേറാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ. അർഹമുർ-റാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാൻ ഇന്നലെയും ഇന്നും നടക്കുന്ന നമ്മുടെ പരിപാടികളെല്ലാം അള്ളാഹു കബൂലാക്കി തരുമാറാകട്ടെ. അതിൻ്റെ കാരണം കൊണ്ട് നമ്മുടെ ഓരോരുത്തൻ്റെ മനസ്സിലുള്ള ഇരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു താല തീർത്തു തരുമാറാകട്ടെ. ഒരുപാട് പാവൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരും ഇലമാരും ഉണ്ട് ഈ പാവൂരിൽ. എൻ്റെ അടുത്ത് ഓതിയവർ തന്നെ ദർസിലുണ്ടായാലും ഒരു 20 മീതൊക്കെ ആളുണ്ട്. പക്ഷെ അവർ എൻ്റെ അടുത്തേക്ക് വരലില്ല. എൻ്റെ അടുത്തേക്ക് വരുന്ന ആരെങ്കിലും എന്നെ പോലത്തെ പാപ്പത്തിൻ്റെ ഒരു മാത്രം വരും, അല്ലാത്തൊരു വരില്ല. എന്നാൽ ഞാൻ വില കടുപ്പക്കാരനാണ് ആൾ, കുറച്ച് കടുപ്പക്കാരനാൾ. അപ്പോൾ അവർക്കെല്ലാം ഈ മുടി വെച്ചവർക്കും അല്ലാത്തവർക്കെല്ലാം വരാൻ വേണ്ടി കുറച്ച് പേടിയായി പോകുന്നത്. അങ്ങനെ വേറെ എൻ്റെ അരിസത്തിൽ എന്തുമല്ല, അങ്ങനെയാണ് അവർ വരാൻ വേണ്ടി കുറച്ച് മടിക്കുന്നത്. എനിക്ക് പാവൂർ പണ്ട് മുതൽക്ക് തന്നെ പാവൂരിനറിയും. നമ്മളെ ഇവിടെ പാവൂരിൽ നമ്മളൊരു ഷെയ്ഖിൻ്റെ വിഷയത്തിൽ ഒരു പ്രശ്നം കാര്യങ്ങളെല്ലാമായി. എനിക്ക് ഓർമ്മയുണ്ടായെന്താ, ഒരു ഷെയ്ഖിൻ്റെ വിഷയത്തിൽ അന്ന് ഞാനുണ്ട്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. നമ്മളെല്ലാം പന്തലിട്ടിട്ട് കുറേ ആൾ കൂടിയിട്ട് വലിയ ഒരു സമ്മേളനം നടത്തി പാവൂരിൽ വെച്ചിട്ട്. നമ്മുടെ പാവൂർ അങ്ങനെ വരും. നല്ല കാര്യം, ഏത് ബിദ്അത്തും ഏത് മോശമായ കാര്യം ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ അതിലേക്ക് പറഞ്ഞ് അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു നാടാണ് പാവൂർ നാട്. അതുകൊണ്ട് തന്നെ ആ സഹായം സഹകരണത്തോടെ നല്ല ഐക്യത്തോടെ നമുക്കെല്ലാവർക്കും മുന്നേറാൻ അള്ളാഹു താല തൗഫീക്ക് ചെയ്ത് തരുമാറാകട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഒരുപാട് വിഷമമുള്ള ആൾക്കാരുണ്ട് നമ്മൾ സ്റ്റേജിലുണ്ട്. നമ്മളെ ഹാരിസ് സക്കാഫി നമ്മളെ കൂട്ടത്തിലുണ്ട്, ഇവിടെ ഇല്ലേ? കണ്ണിന് കുറച്ച് ചെറുപ്പത്തിൽ തന്നെ ഞാനിപ്പോൾ ഹാരിസിൻ്റെ മുന്നിൽ പറയല്ല, ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ഓതിയിട്ട് പോയിന്. എൻ്റെ അടുത്ത് കുറേ പേര് നീണ്ട കാലം 10 കൊല്ലം എൻ്റെ അടുത്ത് പഠിക്കുന്ന സമയത്ത് ഒരൊറ്റ നീ എന്തിന് അങ്ങനെ ചെയ്തു എന്നുള്ള ഒരു കാര്യം എന്നിൽ ചോദിക്കാൻ വേണ്ടി എനിക്ക് വന്നിട്ടില്ല. അത്രയും സ്വഭാവത്തിൽ എൻ്റെ ദർസിൽ പഠിച്ച ഒരാളാണ്. അള്ളാഹു ഹായിബാക്കൂല, അള്ളാഹു ഹായിബാക്കൂല. കണ്ണിന് നല്ല കാഴ്ച നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ദാമ്പത്തിക സുഖത്തിൽ അള്ളാഹു എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഏറ്റവും കൃപയുള്ള റബ്ബ് അള്ളാഹു നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മളെ സിദ്ദീഖ് അമാനിയുണ്ട്. ഞാൻ ഗൾഫിലേക്ക് പോയപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് സൗദി അറേബ്യയിൽ പോയിട്ടുണ്ട്. സിദ്ദീഖ് അമാനി നല്ല ഒരു ഹൈ ലെവൽ ഉള്ള ഒരു VIP രാജാവിൻ്റെ മക്കത്താര സൗദിൻ്റെ രാജാവിൻ്റെ കുടുംബത്തിൽപ്പെട്ട അവരുടെ പുരയിലാണ്, അവരുടെ അടുത്താണ് ഉള്ളത്. അവർക്കും വലിയ ഇഷ്ടപ്പെട്ട ഒരാളാണ്. പക്ഷെ അവിടെ പോയപ്പോൾ എനിക്ക് എല്ലാ സമയത്തും എനിക്ക് വേണ്ടി അറബീൻ്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും അപ്പോൾ എനിക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ആളാണ് നമ്മൾ സിദ്ദീഖ് അമാനി. പക്ഷെ അവരെല്ലാം ചെയ്തു തരുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. നമുക്കൊരു സ്ഥാപനമുണ്ട്, അത് അവരെല്ലാവരുടെ സ്ഥാപനയാണ്, എൻ്റെ മാത്രമല്ല.
അതെല്ലാവരുടെയും സ്ഥാപനമാണ്. അതിലേക്ക് വലിയ സഹായിക്കുന്നവരും സഹകരിക്കുന്നവരും നമ്മൾ മുസ്തഫ സുഹൂരിനെ പോലെ വലിയ പ്രവർത്തിക്കുന്നവർ അതിലേക്ക് ഇല്ല. പക്ഷെ അവരും അതിലേക്ക് തരുന്നു, തരുന്നു മാത്രം. അങ്ങനെയുള്ള ആ ഒരു സ്ഥാപനമാണ്. അതിലേക്ക് അവർ സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. മുസ്തഫ സുഹൂരിയും ഒരുപാട് അവിടെ നമ്മുടെ ബിഷാറിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരുപാട് സന്ദർഭങ്ങളിലെല്ലാം സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ അഷ്റഫിയുണ്ട്, സിദ്ദീഖ് അഷ്റഫി അല്ല, സിദ്ദീഖ് അഷ്റഫിയുണ്ട്. ഓരെല്ലാം വലിയ വലിയ ആലിമ്യങ്ങളാണ്. അള്ളാഹു തആല എല്ലാവർക്കും ദീർഘായുസ് മാഫിയത്ത്. അവരെ ബാപ്പമാർ എല്ലാം മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നിട്ട് മരിച്ചുപോയവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ സയ്യിദായ തമ്പുരാൻ, നമ്മളെ വേദിയിലിരിക്കുന്ന ദൂരത്തിൽ നിന്നും അടുത്തിൽ നിന്നും വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെല്ലാം കാക്കുന്നത് സുഹരി ഉസ്താദിൻ്റെ ഉപദേശം, അതുപോലെ നമ്മളെ നേതൃത്വം നൽകുന്ന ഉസ്താദിൻ്റെ ആ ഉപദേശവും ദുആയുമാണ്. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. അർഹമുറാഹിമീനായ റബ്ബ് ഈ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സർവ്വ പ്രശ്നത്തിനും അള്ളാഹു പരിഹാരം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമീനായ റബ്ബ് വിഷമമുള്ളവരുടെ വിഷമങ്ങൾ അള്ളാഹു തീർത്തു തരുമാറാകട്ടെ. കടമുള്ളവരുടെ കടത്തിനെ അള്ളാഹു കടത്തിൽ നിന്ന് ഒഴിവാക്കി തരുമാറാകട്ടെ. വീടില്ലാത്തവർക്ക് വീട് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾക്ക് അനുയോജ്യമായ ഭർത്താക്കന്മാരെ നൽകി കണ്ണ് കുളിർക്കുന്ന നിലക്ക് അവരുടെ മാതാപിതാക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസവവേദനയോട് അടുത്ത ആ സ്ത്രീകളുടെ പ്രസവവേദന അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക്, അതുപോലെ സ്കൂളിൽ പോകുന്നവർക്ക് 10ാം ക്ലാസ്സിൻ്റെയും അതുപോലെ +2ൻ്റെയും എക്സാമുകൾ ആണ് ഇപ്പോൾ അടുത്ത് നടക്കുന്നത്. അള്ളാഹു എളുപ്പത്തിൽ നല്ല മാർക്ക് എല്ലാം നേടി എല്ലാ നിലക്കും നല്ല റാങ്കോടുകൂടി പാസ്സാകുന്ന നിലക്ക് എഴുതുവാനും പ്രവർത്തിക്കുവാനും പഠിക്കാനും അള്ളാഹു തആല അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള അറിവും അഖലും ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് വിദേശ നാടുകളിലുള്ള ആൾക്കാർ, നമ്മളെ അബ്ദുറഹ്മാൻ അടക്കമുള്ള ഒരുപാട് ആൾക്കാർ നമ്മളെ വിദേശ നാട്ടിലുള്ള നമ്മളെ അൽബിഷാറ പോലത്തെ, നമ്മളെ സലാത്തിൻ്റെ മജ്ലിസ് പോലത്തെ ഇതെല്ലാം സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരുപാട് വിദേശ നാടുകളുണ്ട്. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവിടെ പ്രവൃത്തിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അള്ളാഹ്. സമാധാനവും സന്തോഷവും പൊരുത്തവും നൽകണേ റഹ്മാനെ. ഉയർച്ചയിൽ നിന്നിട്ട് ഉയർച്ചയിലേക്ക് അവിടെ ആ ജോലി നൽകണേ റഹ്മാനെ. അർഹമുറാഹിമീനായ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ തമ്പുരാനെ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ്. റംലാനാണ് വരുന്നത്. കഴിഞ്ഞ റംലാനിൽ നിന്ന് ഈ റംലാന് വരുമ്പോൾ ഒരുപാട് ഞങ്ങളെ വേണ്ടപ്പെട്ടവരെല്ലാം മരിച്ചു പോയിട്ടുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അതുപോലെ പ്രായമുള്ളവർ, സ്ത്രീകൾ മരിച്ചുപോയ കൂട്ടത്തിലുണ്ട്. അല്ലാ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈ പരിശുദ്ധ റംലാനും ഷൈബാനും അവസാനത്തെ റംലാനും ഷൈബാനും ആക്കാതെ ഒരുപാട് റംലാനുകൾ സ്വാഗതം ചെയ്യാനുള്ള ആയുസ്സും ആഫിയത്തും ഞങ്ങൾക്ക് നീ ഏറ്റിത്തരണേ റഹ്മാനെ, ഏറ്റിത്തരണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.